ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്ന ചാപ്റ്റർ ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 1ാം ക്ലാസ്സിൽ ഒരുപാട് ഷേപ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ മക്കളെ? അത് ഏതൊക്കെയാണ്? നമുക്കതൊന്ന് റീകോൾ ചെയ്തെടുക്കാം. ഏതൊക്കെയാണ് മക്കളെ? ട്രയാങ്കിൾ, 3 സൈഡ്സ് ഉള്ള ഷേപ്പാണെന്ത്? ട്രയാങ്കിൾ. 3 ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുന്ന ഷേപ്പാണല്ലേ ട്രയാങ്കിൾ. പിന്നെ അടുത്തത് 4 ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുന്ന ഷേപ്പിന് നമ്മൾ എന്താ പറയാ? റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്നാണ് പറയാ. ഈ റെക്റ്റാങ്കിൾ തന്നെ, റെക്റ്റാങ്കിളിന്റെ 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ എന്ന് പറയും. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ഷേപ്പായിരുന്നു ഇത്. എന്തായത് മക്കളെ? സർക്കിൾ. സർക്കിൾ എന്നാണ് നമ്മൾ ഈ ഷേപ്പിന്റെ പേര് പഠിച്ചത്. ഇനി ഇത് കൂടാതെ വേറെയും ചില ഷേപ്സ് ഉണ്ട് കേട്ടോ. റെക്റ്റാങ്കിൾ പോലെ ഇരിക്കുന്ന ഈ ഷേപ്പിനെ നമ്മൾ റെക്റ്റാങ്കുലാർ ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്നാണ് പറയാ. റെക്റ്റാങ്കുലാർ ബ്ലോക്ക്. ഓക്കെ. പിന്നെ സ്ക്വയർ പോലെ ഇരിക്കുന്ന ഈ ഷേപ്പിനെ നമ്മൾ ക്യൂബ് എന്ന് പറയും. പിന്നെ അതുപോലെ ഈ ഒരു ഷേപ്പിനെ നമ്മൾ സിലിണ്ടർ എന്നാണ് പറയാ. ഓക്കെ. പിന്നെയോ ട്രയാങ്കിൾ പോലുള്ള ഈ ഒരു ഷേപ്പിനെ നമ്മൾ ട്രയാങ്കുലാർ പ്രിസം എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ ഷേപ്പുകളുടെ പേര് മക്കൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ? നിങ്ങൾ അടുക്കളയിൽ കാണുന്ന, കിച്ചണിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്? അവിടെ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരേ ഷേപ്പാണോ? നമ്മൾ പാത്രങ്ങള്, കപ്പ്, അതുപോലെ തവികള്, പാനുകള് തുടങ്ങിയ ഒട്ടേറെ സാധനങ്ങൾ കിച്ചണിൽ ഉണ്ടല്ലേ. ഇവയ്ക്ക് എല്ലാത്തിനും ഒരു ഷേപ്പ് അല്ല ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ഷേപ്സ് ആണ് ഉള്ളത്. അപ്പൊ കുറച്ച് ഷേപ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കൂ, നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കുലാർ ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ ക്യൂബോയിഡ് ആണ്. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ഡോട്ട്. നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിൽ ഫസ്റ്റ് 2 പിക്ചർ തന്നിട്ടില്ലേ? ആ പിക്ചറിൽ ഈ ഷേപ്പിലുള്ളതിനൊക്കെ ഡോട്ട് അടയാളം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡോട്ട് അടയാളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കബോർഡ്, അതുപോലെ ഗ്യാസ് സ്റ്റൗവ്, പിന്നെ ഇവിടെ മുകളിലുള്ള ബീം, പിന്നെ ഈ ചെയറിന്റെ കാലുകള്, പിന്നെ അതുപോലെ ഈ ടേബിള്, ഇതെല്ലാം എന്താണ് മക്കളെ? അതുപോലെ റെക്റ്റാങ്കുലാർ ബ്ലോക്കിന്റെ ഷേപ്പിലാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത് മാർക്ക് ദോസ് ഓഫ് ദ ഷേപ്പ് വിത്ത് എ ടിക്ക്. അപ്പോൾ സിലിണ്ടറിന്റെ ഷേപ്പിലുള്ളതിനൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിലിണ്ടറിന്റെ ഷേപ്പിലുള്ളതിനൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പ്, കുട്ടികളുടെ കയ്യിലുള്ള കപ്പ്, പിന്നെ ഇവിടെ താഴെ ഇരിക്കുന്ന പാത്രം, ഇതെല്ലാം സിലിണ്ടറിന്റെ ഷേപ്പാണല്ലേ ഉള്ളത്. മാർക്ക് ദോസ് ഓഫ് ദ ഷേപ്പ് വിത്ത് എ ക്രോസ്. അപ്പോൾ ട്രയാങ്കുലാർ പ്രിസത്തിന്റെ ഷേപ്പിലുള്ളതിന് ക്രോസ് മാർക്ക്, തെറ്റടയാളം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ടിഷ്യൂ, പിന്നെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ക്രോസ് മാർക്കിൽ നമുക്ക് കൊടുക്കാം. കബോർഡിന്റെ ഇവിടേക്ക് നമുക്ക് ക്രോസ് മാർക്ക് കൊടുക്കാം. അതെല്ലാം ട്രയാങ്കുലാർ പ്രിസത്തിന്റെ ഷേപ്പിലാണ് ഉള്ളത്. ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് അതർ ഷേപ്സ് ആർ ദെയർ? ഇനി ഇത് കൂടാതെ വേറെ എന്തൊക്കെ ഷേപ്സ് ഉണ്ട്? നമ്മൾ ഓൾറെഡി ഷേപ്സ് കുറച്ച് ആദ്യം പഠിച്ചു അല്ലേ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 2 ഷേപ്സ്? റെക്റ്റാങ്കുലാർ ബ്ലോക്കും സിലിണ്ടറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഡിഫറൻസ് എന്താണ്? റെക്റ്റാങ്കുലാർ ബ്ലോക്ക് ഈസ് എ 3D പിക്ചർ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ റെക്റ്റാങ്കിൾ. അതുപോലെ സിലിണ്ടർ ലുക്സ് ലൈക്ക് എ സർക്കിൾ അല്ലെ. സർക്കിളിന്റെ ഒരു സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ എന്ന് കൊടുക്കാം. സർക്കിളിനെ പോലെയാണ് കാണുന്നത്. പിന്നെ ഇതിന്റെ സൈഡ്സിനും അതുപോലെ ഇതിന്റെ ഫേസസിനും എല്ലാം മാറ്റമുണ്ട് കേട്ടോ. നിങ്ങൾക്കത് പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെ മാം പറയുന്നില്ല. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ അത് പഠിക്കും. സി എ മൗസ്. അവിടെ ഒരു പൂച്ച ഒരു എലിയുടെ പിന്നാലെ ഓടാണ്. ഓ നോ, ദ പ്ലേറ്റ്സ്, ദ കപ്സ്. അപ്പൊ പൂച്ച ഓടുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള പാത്രങ്ങളും ഗ്ലാസുകളൊക്കെ താഴെ തള്ളിയിട്ടു അല്ലേ. ദ ക്യാറ്റ് റാൻ ഔട്ട് നോക്കിംഗ് ഓവർ എവറിഥിങ്. നമിത് ഫോളോഡ് ദ ക്യാറ്റ്. പൂച്ച എല്ലാം തട്ടിയിട്ട് ഓടി. നമിത് പൂച്ചയുടെ പിറകെ നമിത്തും ഓടി. മൗസ് ആൻഡ് ക്യാറ്റ്. ഇവിടെ എലിയും പൂച്ചയും 3 വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ പോകുന്നുണ്ട്. ആദ്യത്തേത് ഒരു സിലിണ്ടർ ലൈക്ക് ഷേപ്പിലൂടെ, പിന്നെ ഒരു റെക്റ്റാങ്കുലാർ ബ്ലോക്ക് ലൈക്ക് ഷേപ്പിലൂടെ, അവസാനത്തേത് ട്രയാങ്കുലാർ പ്രിസം ലൈക്ക് ഷേപ്പിലൂടെ അല്ലേ. വിൽ ദ ക്യാറ്റ് ക്യാച്ച് ദ മൗസ്? പൂച്ചയ്ക്ക് എലിയെ കിട്ടുമോ? അറിയില്ല അല്ലേ. നമിത്, നിതാര ആൻഡ് ദെയർ ഫ്രണ്ട്സ്
crept through the holes like the cat did. അപ്പൊ നമിത്തും നിത്താരയും ഈ പൂച്ചയുടെ പുറകെ തന്നെ അവർ പോയിട്ടുള്ള ഈ വഴികളിലൂടെ പോവാനായിട്ട് നോക്കി. വിച്ച് ഷേപ്പ് ഈസ് ഈസിയർ ടു ക്രീപ് ത്രൂ? ഏതിലൂടെ പോവാനായിരിക്കും അവർക്ക് കൂടുതൽ എളുപ്പം ഉണ്ടായിരിക്കുക? സിലിണ്ടർ ഷേപ്പിലൂടെ പോവാനായിരിക്കും കേട്ടോ. പിന്നെ റെക്ടാങ്കുലർ പ്രിസം ഷേപ്പിലൂടെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്ക് ഷേപ്പിലൂടെ ആയിരിക്കും പോകുന്നത് എളുപ്പം. അവസാനമായിട്ട് കുറച്ച് പ്രയാസമുണ്ടാവുക ട്രയാങ്കുലർ പ്രിസം ഷേപ്പിലൂടെ പോകുന്നതായിരിക്കും. ലെറ്റ്സ് അറേഞ്ച് ദ ഡിഷസ്. സി നൗ ഹൗ നിതാര ആൻഡ് നമിത് അറേഞ്ച് ദ ഡിഷസ്. നിതാരയും നമിത്തും പാത്രങ്ങളും ഗ്ലാസുകളും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ മക്കളെ. In your kitchen also there are all kinds of dishes. Arrange them like this, those of the same shape together. നിങ്ങളുടെ അടുക്കളയിലും ഇതുപോലുള്ള ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അവയെല്ലാം ഒരേ ഷേപ്പിൽ വരുന്ന പാത്രങ്ങളാക്കിയിട്ട് സെപ്പറേറ്റ് അടുക്കി വെച്ച് നോക്കണേ നിങ്ങൾ. See the things, what is shape of each. ഇവിടെ നമുക്ക് ടേബിളിൽ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ സർക്കിൾ ഷേപ്പിലാണല്ലേ ഉള്ളത്. പിന്നെയോ ഇവിടെ ഒരു ടിഷ്യൂ പോലെ തോന്നുന്നു, ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇവിടെ കട്ടിംഗ് ബോർഡും കാര്യങ്ങളും ഉണ്ടല്ലേ. പിന്നെ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, ക്യൂബാണ് ഇതിന്റെ ഷേപ്പ്. അത് നമുക്ക് നോക്കേണ്ട കേട്ടോ. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഷേപ്പ് ഏതാണ്? അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. ആദ്യത്തെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൽ നമുക്ക് ഇതാ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ വൺ ഷേപ്പ് മാത്രമേ ഉള്ളൂ, വൺ ഡിഷ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ്, നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൽ നമുക്ക് 1 2 3 4 ഫോർ ഡിഷസ് കാണാം. പിന്നെ നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ് സർക്കിൾ ആണ്. അതിൽ നമുക്ക് 1 2 3 4 5 പ്ലേറ്റ്സും 1 2 3 കപ്സും കാണാം അല്ലേ. അപ്പോൾ 8 ആണ് ടോട്ടൽ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഷേപ്പ് ഏതാണ്? സർക്കിൾ ആണ്. സർക്കിൾ നമുക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. ആർ ദർ എനി വിത്ത് ബോത്ത് ദീസ് ഷേപ്സ് ടുഗെദർ? റെക്റ്റാങ്കിളും ട്രയാങ്കിളും കൂടെ ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും ഷേപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോ എ പിക്ചർ ജോയിനിങ് ടു ഷേപ്സ്. രണ്ട് ഷേപ്സ് വരുന്ന രീതിയിൽ ഒരു പിക്ചർ വരയ്ക്കണം. അപ്പൊ ഞാനിതാ നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ കോമൺ ആയിട്ടുള്ള ഈ ചിത്രമാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങളും ഇത് വരയ്ക്കാൻ കഴിയുമെങ്കിൽ ഇത് തന്നെ വരച്ചു ചേർക്കുക. അറ്റ് ദ ബേക്കറി. ആഫ്റ്റർ പ്ലേയിങ് ദേ വെന്റ് ടു ദെയർ ഫാദേഴ്സ് ബേക്കറി. അപ്പൊ കളി കഴിഞ്ഞിട്ട് നമിത്തും നിറ്റാരയും കൂടെ അവരുടെ അച്ഛന്റെ കടയിലേക്ക് പോയി. സി ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്. അവിടെ വസ്തുക്കളൊക്കെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. കേക്കും ലഡുവും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടല്ലേ. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്. ഇതിൽ റെക്ടാങ്കുലർ പ്രിസം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ എത്ര സാധനങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 ആണുള്ളത്. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്. സിലിണ്ടർ ഷേപ്പിലുള്ള എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 ആണ് ഉള്ളത്. സി ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്. ഇനി ഡംപ്ലിങ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, കൊഴുക്കട്ടകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഡ്രോ 5 മോർ ഇൻ ദിസ് പിക്ചർ. ഇതിലൊരു 5 കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 കൂടെ ഇതുപോലെ ഇങ്ങനെ സർക്കിൾ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ. ഇപ്പൊ ആകെ എത്ര എണ്ണം ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഡംപ്ലിങ്സ് ആണുള്ളത്. ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ്. ഷെൽഫിലാകെ എത്ര കേക്കുകളുണ്ട്? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 കേക്ക്സ് ആണ് ഉള്ളത്. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്. ഇനി ഡംപ്ലിങ്സിന്റെ അത്ര തന്നെ കേക്ക്സ് ആവാൻ എത്ര കേക്ക് കൂടെ ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 12 കേക്ക്സും 15 ഡംപ്ലിങ്സും ആണല്ലേ ഉള്ളത്. അപ്പോൾ കേക്ക്സ് ഇനി എത്ര കൂടെ വേണം? 1 2 3, അതായത് 13 14 15 3 കൂടെ ഉണ്ടായാൽ 3 കൂടെ ഉണ്ടായാൽ നമുക്ക് ഡംപ്ലിങ്സിന്റെ കൂടെ എത്താം. അതായത് 15 - 12 = 3 അല്ലേ. അപ്പൊ 3 കേക്ക്സ് കൂടെ വേണം. See the pictures Namit and Nitara have drawn using different shapes. Give the same color to similar shapes and make them more beautiful. അപ്പോൾ നമിത്തും നിറ്റാരയും വരച്ചിട്ടുള്ള 2 ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൽ സെയിം ഷേപ്പിന് സെയിം കളർ കൊടുക്കുക. അതായത് ട്രയാങ്കിളിനെല്ലാം ഒരു കളറ്, റെക്റ്റാങ്കിളിനെല്ലാം ഒരു കളറ്, സർക്കിളിനെല്ലാം ഒരു കളറ്, അങ്ങനെ കൊടുക്കുക. ആദ്യത്തേത് ഹൗസ് ആണ്, അതുപോലെ ട്രീ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അതിൽ ഞാൻ സർക്കിളിനെല്ലാം ഞാൻ ഒരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രയാങ്കിളിനെല്ലാം ഞാൻ ഒരു ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിളിനെല്ലാം ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്.
ഇതാണ് രണ്ടാമത്തെ പിക്ചർ. ഇതിൽ ട്രയാങ്കിളിനെല്ലാം ഞാൻ റെഡും സർക്കിളിനെല്ലാം ഞാൻ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഷേപ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്. ഇനി നമുക്ക് താഴെ കുറച്ച് കുത്തുകൾ തന്നിട്ടുണ്ട്. ആ കുത്തുകൾ യോജിപ്പിച്ച് ഷേപ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു മേക്ക് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും ജോയിൻ ചെയ്തിട്ട് ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് എത്ര ഡോട്ട്സ് യൂസ് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം റെക്റ്റാങ്കിൾ നോക്കാം. എണ്ണി നോക്കൂ മക്കളെ. 1 2 3 4 5 6 7 8 9 10. 10 ഡോട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ട്രയാങ്കിൾ നോക്കൂ. 1 2 3 4. 4 ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കിളോ 1 2 3 4. സർക്കിളും 4 ഡോട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ താഴെ നമുക്ക് സ്ക്വയറും ട്രയാങ്കിളും സർക്കിളും തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻ ടു ഡ്രോ ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ആദ്യത്തേത് നമ്മളുടെ എത്ര ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ ഷേപ്പും ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് നോക്കൂ മക്കളെ. സ്ക്വയർ എത്ര ഡോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ഡോട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രയാങ്കിൾ വരയ്ക്കാനോ 1 2 3 4 5 6 7 8 9 10 11 12. അതും 12 ആണ്. സർക്കിൾ വരയ്ക്കാനോ 1 2 3 4 5 6 7 8 ഡോട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. ഓരോ ഷേപ്പിന്റെയും ഉള്ളിലുള്ള ഡോട്ട്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം സ്ക്വയറിന്റെ ഉള്ളിൽ എത്ര ഡോട്ട്സ് ഉണ്ട് മക്കളെ? 1 2 3 4. 4 ഡോട്ട്സ് ആണല്ലേ ഉള്ളത്. ട്രയാങ്കിളിന്റെ ഉള്ളിലോ 1 2 3 4. അതും 4 ആണ്. സർക്കിളിന്റെ ഉള്ളിലോ 1 2 3 4. അതും 4 ആണ്. ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദിസ് ഷേപ്പ്. ആദ്യം ഒരു 12 ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് 12 കുത്തുകൾ യൂസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി നോക്കണം. അത് നിങ്ങൾക്ക് പല രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. പല രീതിയിൽ വരയ്ക്കാം. ഞാനിതാ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഡ്രോ ദിസ് ഇൻ ഡിഫറെന്റ് വേസ്. പല രീതിക്ക് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ ആദ്യം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ താഴേക്ക് 12 ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ്, ടു ഡ്രോ ദിസ് വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻഡ്? അടുത്തത് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കാൻ മിനിമം ചുരുങ്ങിയത് എത്ര ഡോട്ട്സ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ഡോട്ട്സ് വേണ്ടി വരും മക്കളെ? 1 2 3 4. 4 ഡോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മിനിമൽ ആയിട്ടുള്ള ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കാം. ഏറ്റവും ചെറുത് നമുക്ക് ഇതേ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡ്രോ ദിസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. ഇനി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. എന്താ കണ്ടീഷൻ? 6 ഡോട്ട്സ് ഇൻസൈഡ് വേണം. 6 ഡോട്ട്സ് റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ വേണം. അതും നിങ്ങൾക്ക് നേരത്തെ നമ്മൾ വരച്ച പോലെ പല രീതിക്ക് വരയ്ക്കാം. ഞാനിതാ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ജസ്റ്റ് 6 ഡോട്ട്സ് അതിനുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡോട്ട്സ് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി ഡോട്ട്സ് ആർ യൂസ്ഡ്? നിങ്ങൾ എത്ര ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പലരുടെയും നമ്പർ പലതായിരിക്കാം. ഞാൻ 12 ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ ദിസ് ട്രയാങ്കിൾ? ഓക്കെ, ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ എത്ര മിനിമം ഡോട്ട്സ് എത്ര വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വേണം മക്കളെ? ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇങ്ങനെയുള്ള ഷേപ്പിൽ കിട്ടണമെങ്കിൽ 1 2 3 4 ഡോട്ട്സ് വേണം. വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? രണ്ടാമത് വരച്ചതും ട്രയാങ്കിൾ തന്നെയാണ്, പക്ഷെ അതിന്റെ ആംഗിളിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടല്ലേ. അപ്പൊ ഇത് വരയ്ക്കാൻ മിനിമം 3 ഡോട്ട്സ് മതി. ഓക്കെ, 3 ഡോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഈ ട്രയാങ്കിൾ വരയ്ക്കാം. പക്ഷെ ആദ്യത്തേത് നമുക്ക് 4 ഡോട്ട്സ് എങ്കിലും വേണം. നൗ സി ദ ഫിഗേഴ്സ് നമിത് മേഡ് യൂസിങ് ദീസ് ഷേപ്സ്. നമിത് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും യൂസ് ചെയ്തിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്തിൻ ദാറ്റ് ഷേപ്പ് ബിലോ ദ പിക്ചർ. അപ്പൊ ഈ ഓരോ പിക്ചറിലും ഓരോ ഷേപ്പും എത്ര എണ്ണം വീതം വരച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അവിടെ നമ്പർ ഇട്ട് കൊടുക്കണേ. ആദ്യത്തെ പിക്ചർ നോക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പിക്ചർ നോക്കിക്കേ. ഇതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് മക്കളെ? ഓൺലി 1 ഉള്ളൂ. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 ട്രയാങ്കിൾസ് ഉണ്ട്. സർക്കിളും അതുപോലെ 1 ഉള്ളൂ. രണ്ടാമത്തെ പിക്ചർ ഒരു വീടും ഒരു ബേർഡും ആണ് അല്ലെ. ഇതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? 1 2, പിന്നെ ആ ബേർഡിന്റെ വാലും 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട്. സർക്കിൾ ഓൺലി 1 2 സർക്കിൾസ് ആണ് ഉള്ളത്. മൂന്നാമത്തെ പിക്ചർ നോക്കൂ. 1 ട്രയാങ്കിൾ ആണുള്ളത്, റെക്റ്റാങ്കിൾ ആണുള്ളത്. 2 ട്രയാങ്കിൾസ് ആണുള്ളത്. 3 സർക്കിൾസ് ആണ് ഉള്ളത്. നാലാമത്തെ പിക്ചറിൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്, 1 സർക്കിൾ ആണ് ഉള്ളത്. അഞ്ചാമത്തെ പിക്ചറിൽ 1 റെക്റ്റാങ്കിൾ ആൻഡ് 4 ട്രയാങ്കിൾ. അവസാനത്തെ പിക്ചറിൽ 4 ട്രയാങ്കിൾ ആൻഡ് 1 സ്ക്വയർ.
See how Namit is exercising. Namit exercise ചെയ്തെന്ന് നോക്കിക്കേ മക്കളെ. Draw matchsticks figures of each picture. ഇത് ഈ എക്സസൈസ് ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ തീപ്പെട്ടി കൊള്ളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആ ചിത്രം ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് വരച്ചു കൊടുക്കുക. റൗണ്ട് ചെയ്യേണ്ടടുത്ത് ഹെഡിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് സർക്കിൾ വരച്ചു കൊടുക്കാം. കൈ, കാല്, ഉടൽ അതൊക്കെ നിങ്ങൾക്ക് മാച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ എക്സസൈസ് ചെയ്യാറുണ്ടോ? എക്സസൈസ് ചെയ്യണേ, നല്ലതാണ്. നമ്മളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ അത് നല്ലതാണ് കേട്ടോ. മാം ദാ നിങ്ങൾക്ക് ഇവിടെ വരച്ചു കൊടുത്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഫിഗർ പേസ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെന്റ് ഫിഗേഴ്സ്. ഇതുപോലെ നിങ്ങൾ റിബണുകൾ ഉപയോഗിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ്, ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കണം. കാറ്, ക്യാറ്റ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതുപോലെ ഹെന്നിനെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ക്യാൻ യു ഡ്രോ നെക്സ്റ്റ് പിക്ചർ? നമുക്ക് അവിടെ താഴെ 4 പിക്ചർ പാറ്റേണുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് അടുത്ത പിക്ചർ എന്തായിരിക്കും എന്ന് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ട്രയാങ്കിൾ വെച്ചിട്ടുള്ള പിക്ചർ ആണല്ലേ. ആദ്യം ഒരു ട്രയാങ്കിൾ, പിന്നെ 2 ട്രയാങ്കിളായി, പിന്നെ അതുപോലെയുള്ള 3 ട്രയാങ്കിൾസ് ആയി. ഇനി അടുത്തത് 4 ട്രയാങ്കിൾസ് ആയിരിക്കും. പിന്നെയോ അടുത്തത് ഒരു സ്ക്വയറിനുള്ളിൽ ഒരു കോർണറിലായിട്ട് ഒരു സർക്കിള്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിലായിട്ട് ഒരു ട്രയാങ്കിൾ. പിന്നെ ആ സർക്കിളിന്റെയും ട്രയാങ്കിളിന്റെയും പൊസിഷന് മാറി വരുന്നു, സ്ഥാനം മാറി വരുന്നു അല്ലെ. അപ്പൊ 4ാമത്തെ പിക്ചറിൽ ഇതാ ഇങ്ങനെയാണ് ട്രയാങ്കിളും സർക്കിളും വരിക കേട്ടോ. പിന്നെ അടുത്ത പിക്ചർ നോക്കൂ. ഒരു കളേർഡ് ഡോട്ട്, പിന്നെ ട്രയാങ്കിൾ, പിന്നെ കളർലെസ് ഡോട്ട്, പിന്നെ ഒരു റെക്റ്റാങ്കിൾ. പിന്നെ അവസാനമുള്ള റെക്റ്റാങ്കിളിനെ ആദ്യത്തേക്ക് കൊണ്ടുവരുന്നു. റെക്റ്റാങ്കിൾ, കളേർഡ് ഡോട്ട്, ട്രയാങ്കിൾ, കളർലെസ് ഡോട്ട്. പിന്നെ അവസാനത്തിലുള്ള ഈ കളർലെസ് ഡോട്ടിനെ, അതായത് സർക്കിളിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. സർക്കിൾ, റെക്റ്റാങ്കിൾ, കളേർഡ് ഡോട്ട്, പിന്നെയോ ട്രയാങ്കിൾ. അപ്പൊ ഇനി അവസാനത്തെ പിക്ചർ എങ്ങനെയായിരിക്കും? അവസാനമുള്ള ഈ ട്രയാങ്കിളിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ, പിന്നെ കളേർഡ് ഡോട്ട് അല്ലെങ്കിൽ കളേർഡ് സർക്കിൾ. ഓക്കെ. ഇനി അവസാനത്തെ പാറ്റേൺ നോക്കൂ. ഒരു സ്ക്വയർ, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ട്രയാങ്കിളിന്റെ ഈ ഒരു കോർണർ മാറി പൊസിഷൻ മാറിയാണ് വരുന്നത്. അപ്പൊ 4ാമത്തെ പിക്ചറിൽ ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് വെൻ ഐസ്ക്രീം ഹിഡ് എന്നുള്ളൊരു പോം തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മക്കൾ ചൊല്ലി നോക്കണേ. ഞാൻ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് തരാം, നോക്കിക്കോളൂ. വെൻ ഐസ്ക്രീം ഹിഡ്, വൺ ഡേ ഡാഡി മെയ്ഡ് ഫോർ അസ് എ ബൗൾ ഓഫ് ഐസ്ക്രീം, സ്വീറ്റ് ആൻഡ് വൈറ്റ്. He left the kitchen just for a while, and ice cream thought, now's my time. Slowly, softly, down it sat, jumped in a box it hid, saw a cup and climbed inside, then found a bowl and took a dive. No matter where it chose to save, it changed its shape in every way. Oh, what a tricky little treat, always melting quick and neat. നല്ല രീതിയിൽ മക്കളൊന്ന് പാടി നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നമ്മൾക്ക് ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്നുള്ള ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ആക്ടിവിറ്റീസും ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്